എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചക്കലത്തെ എന്ത് കഴിച്ചു അല്ലെങ്കിൽ രാത്രി എന്ത് കഴിച്ചു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ. നമ്മൾ ഈയിടെയായിട്ട് ഇങ്ങനത്തെ വീഡിയോകളുമായിട്ട് പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്മുടെ അവസ്ഥാന്തരങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ കൊണ്ടിട്ടാണ് ട്ടോ. കാരണം നമുക്ക് കുറച്ച് തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിട്ട് വീഡിയോ എടുക്കാനുള്ള സമയമില്ലായ്മകളൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയായിട്ട് നമുക്ക് ആഘോഷിച്ചൊക്കെ പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കിയത്, ഉച്ചയ്ക്ക് നമ്മൾ തക്കാളിയും മുരിങ്ങാക്കോലും കൂടി തേങ്ങ അരച്ചൊരു ചാറുണ്ടാക്കി. വളരെ സിമ്പിൾ കൂട്ടാനായിരുന്നു ഇന്നത്തെ. പച്ചക്കറിയാണ് കേട്ടോ. കാരണം നമ്മൾ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. ഞായറാഴ്ച നമ്മൾ ബീഫായിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നില്ല. അതന്ന് തന്നെ നമ്മൾ കലമൊക്കെ വടിച്ച് വെച്ചായിരുന്നു. അതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ തിങ്കളാഴ്ച വേറെ കറിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പച്ചക്കറി, ഉച്ചയ്ക്ക് പച്ചക്കറിയും രാത്രി മീൻ കറിയാക്കാമെന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് നമ്മുടെ കറിയുടെ. നല്ല വെരി ടേസ്റ്റിയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനും ഇറച്ചിയൊക്കെ കൂട്ടുന്നതിനേക്കാളും കൂടുതൽ കൂട്ടുമ്പോൾ തുണ്ണുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ നമുക്ക് ഈ കറിയൊക്കെ കൂട്ടി ചോറുണ്ണാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ പച്ചക്കായ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. പച്ചക്കായ മെഴുക്കുവരട്ടിയും പിന്നെ തക്കാളി, മുരിങ്ങാക്കോല് ചാറ്. തക്കാളിയും മുരിങ്ങാക്കോല് ചാറ് വെക്കണം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. തക്കാളിയും മുരിങ്ങാക്കോലും കൂടി വെള്ളത്തിൽ വേവിച്ചിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ തേങ്ങയുടെ അരപ്പ്. തേങ്ങ അരപ്പിൽ നമ്മൾ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകം കൂടി ചേർത്ത് അരച്ചതിന് ശേഷം അരപ്പിടേണ്ട എന്നിട്ട് താളിപ്പിടും. ഇത്രയുള്ള സിമ്പിൾ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റേഷനരി വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളരിയും പിന്നെ ചുമപ്പരിയൊക്കെ കൂടി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്താണ് ഇടാറ്. പക്ഷേ ചുമന്നരി എന്തൊക്കെ ചെയ്താലും വേവാറില്ല കേട്ടോ. അപ്പോൾ എന്നെ കൊന്നാലും ഞാൻ വേവൂല എന്നും പറഞ്ഞുകൊണ്ടിരിക്കണത് കൊണ്ടിട്ട് നമ്മൾ വീണ്ടും ഇട്ട് വേവിച്ച് അടപ്പയിലിട്ട് വേവിച്ച് എടുത്തതാണ് കേട്ടോ ഈ സംഗതി. പക്ഷേ എന്നിട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളവ കുറച്ച് കഞ്ഞിയായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ മുത്തുമണികൾ കിടക്കണ പോലെ ഇതിങ്ങനെ കിടക്കോട്ടെ. അങ്ങനത്തെ അരിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഇതാണ് കേട്ടോ റെഡിയായത്. പിന്നെ രാത്രി നമ്മൾ വൈകുന്നേരത്തേക്ക് മീൻകറിയുണ്ട്. മീൻകറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മുടെ ചോറൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മളെ വോയിസ് കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ ആയതുകൊണ്ടിട്ട് എനിക്ക് ഇത്തിരി ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കേൾക്കില്ല കേട്ടോ. ഇന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഒഴുക്കാണ്, മൂക്കിന്ന് ഒലിപ്പാണ് കേട്ടോ. അതുകൊണ്ടിട്ട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒന്ന് നമ്മൾ സംസാരിക്കും പിന്നെ നിർത്തും, അങ്ങനെയുണ്ട്. വൈകുന്നേരം മേടിച്ച ഇതിന് നങ്കെന്നാണെന്നാണ് പറയണത്. ചെറുത് നങ്കും വലുത് മാന്തളിര് അങ്ങനെയാണ് തോന്നണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി പൊളിക്കാനായിട്ട് ഒരു ഇച്ചിരി പാടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്തിരി വലുതായതുകൊണ്ടിട്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ തൊലി പൊളിക്കാനായിട്ട്. ചെറുതാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് പോരും കേട്ടോ. ഞാനപ്പോൾ ഇത് ഇങ്ങനെ ആ ഒരു വക്ക് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടി പോകുമായിരുന്നു. ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ കത്തിയും കൊണ്ട് വലിക്കുക അല്ലെങ്കിൽ വിരലും കൊണ്ട് വലിക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ ആ ദശയപ്പാടി ഇങ്ങനെ പൊളിഞ്ഞിങ്ങോട്ട് പോരും. ചിലതൊക്കെ അങ്ങനെ ദശയപ്പാടി ഇതേ കണ്ട അതേമാതിരി ദശയപ്പാടി ഇങ്ങനെ പൊളിഞ്ഞിങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് വലുതായതുകൊണ്ടിട്ടാണ്. ചെറുതാണെങ്കിൽ നമുക്ക് സുഖമാണ്, രണ്ടു വശവും നല്ല പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ചു കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഇന്ന് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ മുളക് ചാറാണ് കേട്ടോ വെച്ചത്. അല്ലാണ്ട് തേങ്ങ അരപ്പോ അങ്ങനെയുള്ള സംഗതി ഒന്നും തേങ്ങ അരപ്പ് അത്ര ചേർത്താലും അത്ര നന്നായില്ലെന്ന് തോന്നുന്നുണ്ട് ഈ കറി. കാരണം അപ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് ആയി പോകും. നമുക്കിത് മുളക് ചാറ് വെക്കാനാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഉണക്ക കിട്ടിയ കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ സാമ്പാർ അല്ലെങ്കിൽ എന്താണ് കടലക്കറി ഇതിൻ്റെയൊക്കെ ഒപ്പം ഈ ഉണക്ക മാന്തളിര് വറുത്ത് കഴിഞ്ഞാൽ നല്ല വെരി ടേസ്റ്റിയാണ്. നമുക്ക് ഈ മറ്റുള്ള മീനുകൾ, അതായത് കടൽ കറൂപ്പ്
പിന്നെ അതേമാതിരി അയില ഇതൊക്കെ വെക്കുന്നതിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റ് ഈ മീൻ ഉണക്കിയതാണ് കേട്ടോ നല്ലത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. നമ്മളിതും കറി വെക്കണത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ വീഡിയോ. നേരിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞ വീഡിയോയിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അത് കണ്ട ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടും. അപ്പം ഞാൻ പരമാവധി നന്നായിട്ടൊക്കെ നമ്മൾ വെട്ടി ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ചാനലിലേക്ക് കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കയ്യിൽ കുറേ പേര് വന്നിട്ടുണ്ട്. പിന്നെ പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും എല്ലാവർക്കും നമ്മുടെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് വെച്ച ചോറാണ് കേട്ടോ. അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കുക.